ചെറിയൊരു ഉദാഹരണത്തിന്, നമ്മൾ ഗ്രീസിൽ പോകുന്ന സമയത്ത് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ ഖനനം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള പ്രാചീന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടും. വട്ട ശ്രീകോവിൽ, ചതുര ശ്രീകോവിൽ ചെറുതാണ്, പക്ഷേ വലിയ സഭാമണ്ഡപങ്ങൾ, ഓരോന്നിൻ്റെ തൂണുകളുടെയൊക്കെ വലുപ്പം എന്താ! നമ്മളോട് സംസാരിക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ അത്ര സജീവതയുള്ള കൊച്ചു കൊച്ചു പ്രതിമകൾ. ഇതൊക്കെ കാണുമ്പോൾ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എത്ര മഹത്വപൂർണമായൊരു സംസ്കാരമായിരുന്നു അവിടെ സജീവമായി നിലനിന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഗ്രീസിൽ മാത്രമല്ല, ഗ്രീസായാലും റോമായാലും ഇറാനായാലും ഇറാഖായാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും ആഫ്രിക്ക ആയാലും മഹത്വപൂർണങ്ങളായ പ്രാചീന സംസ്കാരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഒന്നുപോലും നിലനിൽക്കുന്നില്ല. ഒന്നുപോലും. തീർത്തും നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കണം. പക്ഷെ സജീവമായി നിലനിൽക്കുന്നില്ല, ഉറപ്പാണ്. സമൂഹ മനസ്സിൻ്റെ ആഴങ്ങളിൽ എങ്ങൊക്കെയോ ഇല്ല എന്ന് പറയാൻ ധൈര്യമില്ല, അത് ഇന്നും ഉണ്ട്. എന്നാൽ ഒരു സജീവമായ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ് എങ്ങും ഇല്ല. ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നശിപ്പിക്കപ്പെട്ടു, എല്ലാം തകർക്കപ്പെട്ടു. ആരാണ് സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത്? ഒരു സംശയമില്ല, മതങ്ങളാണ്. ചിലരെങ്കിലും ചിന്തിക്കും അതെങ്ങനെ? നോക്കൂ, സ്വാഭാവികമായ വനം, കാട്, അവയെ നമുക്കറിയാം. എന്താ കാട് എന്ന് പറഞ്ഞാൽ? ആയിരക്കണക്കിന് വൃക്ഷങ്ങളും പള്ളിപ്പടർപ്പുകളും പുൽവർഗങ്ങളും വൈവിധ്യപൂർണങ്ങളായ ഒട്ടനവധി സസ്യങ്ങളും ജീവികളും ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് കാട് അഥവാ വനം. സുന്ദരമാണ്, ശീതളമാണ്, സുഖതമാണ്, ശ്യാമളമാണ്. നമ്മൾ നവീനങ്ങളായ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആ മരങ്ങളെല്ലാം മുറിച്ച് വേരടക്കം പിഴുതെടുത്ത് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴികളെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ നട്ട് നനച്ച് വളം കൊടുത്ത് കളപറിച്ച് വളർത്തി കൊണ്ടുവന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവിടെ മുഴുവൻ പച്ചപ്പാവും, ശ്യാമളമാകും. പക്ഷെ അത് കാടാവുമോ? ഒരിക്കലുമില്ല. അത് തോട്ടമാണ്. തോട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. റബ്ബറാണെങ്കിൽ റബ്ബർ മാത്രം, മാവാണെങ്കിൽ മാവ് മാത്രം, സപ്പോട്ടയാണെങ്കിൽ സപ്പോട്ട മാത്രം, യൂക്കാലിപ്റ്റസോ അക്കേഷ്യയോ സുബാബുല്ലോ മുളയോ എന്തുവാ, അത് മാത്രം. ബാക്കിയെല്ലാം കള. ഒന്ന് വിള, മറ്റെല്ലാം കള. എന്താണോ കാടും തോട്ടവുമുള്ള വ്യത്യാസം, അതാണ് സംസ്കാരവും മതമുള്ള വ്യത്യാസം. സംസ്കാരം, ധർമ്മം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നീ നിന്റെ വിശ്വാസങ്ങളെ പാലിച്ചോളൂ, നീ നിന്റെ ആചാരങ്ങളിൽ വർത്തിച്ചോളൂ, ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കഴിയും. നമുക്ക് പരസ്പര സ്നേഹത്തോടെ പരസ്പര ആദരവോടെ ഒന്നിച്ചിവിടെ കഴിയാം. ഞാൻ നിന്റെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ നിന്ദിക്കാൻ വരില്ല. നീ എൻ്റെതിനെയും നിന്ദിക്കരുത്. അത് നിന്ദിച്ചോട്ടെ, വിവരമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറയില്ല. ഞാൻ നിൻ്റെതിനെ നിന്ദിക്കാൻ വരില്ല, നീ എൻ്റെതിനെയും നിന്ദിക്കരുത്. ഈ പരസ്പര സ്നേഹത്തോടെ ഒന്നിച്ച് കഴിയാനുള്ള വനസമാനമായ സമൂഹ മനസ്സാണ് ധർമ്മത്തിൻ്റെത് അഥവാ സംസ്കാരത്തിൻ്റെത്. മതമതല്ല. മതത്തിന് ഒന്ന് മാത്രം, ഒന്നിലൂടെ മാത്രം, ഒന്ന് മാത്രം നല്ലത്, ബാക്കിയെല്ലാം കള. ഒന്ന് മാത്രം ഇല്ല. തോട്ട മനസ്സാണ് മതമനസ്സ്, തോട്ട മനസ്സാണ്. ധർമ്മം, സംസ്കാരം വനമനസ്സാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള വൈവിധ്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചത് മതങ്ങളാണ്.
ഈ മതശക്തികൾ ആർക്ക് 50 കൊല്ലത്തിന് താഴെ കൊണ്ട് റോമിനെ മുഴുവൻ നശിപ്പിക്കാൻ കഴിഞ്ഞു, 35-40 കൊല്ലം കൊണ്ട് ഗ്രീസിനെ നശിപ്പിക്കാൻ കഴിഞ്ഞു, ഏതാനും ദശകങ്ങളെ കൊണ്ട് ഇറാനിനെയും ഇറാഖിനെയും നശിപ്പിക്കാൻ കഴിഞ്ഞു, മായൻ സംസ്കാരവും ഇൻകോ സംസ്കാരവും തുടച്ചു നീക്കാൻ കഴിഞ്ഞപ്പോൾ അവര് ഈ ഭാരതത്തിൽ അധിനിവേശം ചെയ്തു. ഇവിടെ നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ചു. എന്നിട്ടും ഈ ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, വലിയ സർവകലാശാലകളെ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് സന്യാസിമാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല.